അവർക്ക് സ്വാഗതം. സ്റ്റാൻലിനോട് അപ്പച്ചനാണെങ്കിലും പറയാണ്, അങ്ങനെ നാട് കടത്തുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവൾക്ക് നീ നിൻ്റെ മകളാണെന്ന് ഉറപ്പിച്ചിട്ടല്ലേ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അവൾക്ക് ഇങ്ങനെ 10-23 വയസ്സായില്ലേ, അതുകൊണ്ട് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് നമുക്ക് ആ കല്യാണം അങ്ങ് നടത്തി കൊടുക്കാം. എന്നായാലും അതൊക്കെ വേണ്ടതല്ലേ, അങ്ങനെ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ നാട് കടത്തുന്നതുകൊണ്ട് അങ്ങനെ അല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി അപ്പച്ചനോട് പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് 10-23 വർഷം കിട്ടാതെ പോയ നീതിയും സ്നേഹവും അംഗീകാരവും അതൊക്കെ അവൾക്ക് തിരിച്ചു കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന്. അതിൻ്റെ ഇടയിൽ സ്റ്റാൻലി അപ്പച്ചനോട് ഒരെണ്ണം കൂടെ ഒഴിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട, എനിക്ക് ആദ്യം അവളെ ഒന്ന് കാണണം, എന്നിട്ട് ഞാൻ അവളോട് കാര്യങ്ങൾ സംസാരിക്കാം എന്നൊക്കെയാണ് അപ്പച്ചൻ പറയുന്നത്. അപ്പോൾ സ്റ്റാൻലി പറയും, അപ്പച്ചൻ അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതെല്ലാം വിഴുങ്ങുമെന്ന് പറയേ. അപ്പോൾ അപ്പച്ചൻ പറയുകയാണ്, അവളുടെ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പച്ചൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ സ്റ്റാൻലി അലീനയുടെ റൂമിലേക്ക് അപ്പച്ചനെ കൊണ്ടുപോവാണ്. അവിടെ ചെന്നിട്ട് ഡോറിന് തട്ടും. അപ്പോൾ അലീനയുടെ അനക്കൊന്നും കേൾക്കുന്നില്ല കേട്ടോ. പിന്നീട് അലീന എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അപ്പച്ചൻ പറയാണ്, അവൾ കിടന്നുറങ്ങായിരിക്കും, ഇവിടെ ഒരു പണിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും തട്ടും. അപ്പോഴും സ്റ്റാൻലി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ഇതാണ് അലീനയുടെ റൂം എന്ന്. അപ്പോൾ അപ്പച്ചൻ ചോദിക്കും, ഇതല്ലേ ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറിയെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയാണ്, അതന്നെയല്ലേ ഞാൻ അവൾക്ക് കൊടുക്കേണ്ടത് എന്ന്. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു, അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കില്ല കേട്ടോ എന്ന്. എന്തായാലും അലീന ഡോറൊന്നും തുറക്കുന്നില്ല എന്ന് കാണുമ്പോൾ സ്റ്റാൻലി തന്നെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അലീന റൂമിലില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ, ഇപ്പോൾ എവിടെ പോയി എന്ന് പറയും. ഇപ്പോൾ തന്നെ അടക്കം ഒതുക്കില്ല എന്ന് മനസ്സിലായല്ലോ എന്നിങ്ങനെ അപ്പച്ചൻ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആൻ്റെ അപ്പ എന്ന് ഉറക്കെ വിളിക്കും കേട്ടോ. അപ്പോൾ എന്നാ വിളിയാടാതെ ഇവിടെ പെട്ടെന്ന് പോലെ ഒന്ന് പതുക്കെ വിളിക്കുകയെന്ന് പറയും. അപ്പോൾ അത് കേട്ടുകൊണ്ടാണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അലീന പറയുന്നുണ്ടായിരുന്നു, ആൻ്റപ്പ ചേട്ടൻ ഇവിടെ ഇല്ല, ബൈജു ചേട്ടൻ്റെ കൂടെ പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അലീന അവിടെ ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അപ്പച്ചൻ അലീനയുടെ മുഖത്തേക്ക് അങ്ങ് നോക്കുമ്പോൾ അപ്പച്ചനാണെങ്കിലും മിണ്ടാട്ടൊന്നുമില്ല കേട്ടോ. ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് കേട്ടോ അപ്പച്ചൻ അലീനനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അലീന അതുപോലെ തന്നെ വല്യപ്പച്ചനെ നോക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ആണെങ്കിലും അലീനയോട് ഇങ്ങനെ പറയും, എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വാ എന്നിങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ അലീന അങ്ങനെ അവരുടെ അടുത്തേക്ക് ചെല്ലും കേട്ടോ. എന്നിട്ട് സ്റ്റാൻലി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അലീനയോട്, ഇതാരാണെന്ന് മനസ്സിലായോ എന്ന്. അപ്പോൾ അലീന കുറച്ച് നേരം ഇങ്ങനെ അപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നിട്ട്, ഇല്ല ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും. അങ്ങനെ പിന്നെ സ്റ്റാൻലി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഇതാണ് നിൻ്റെ വല്യപ്പച്ചൻ, അതായത് എൻ്റെ അപ്പച്ചൻ എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പച്ചനാണെങ്കിലും അലീനേനെ കാണുമ്പോൾ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട്. ഭയങ്കര അലീനേനെ പറപ്പിക്കാൻ വന്ന ആളാണെന്ന് നോക്കണം. അലീനേനെ കണ്ടപ്പോൾ തന്നെ അപ്പച്ചൻ ഫ്ലാറ്റ് ആയിട്ടുണ്ട് കേട്ടോ അലീനയുടെ മുന്നിൽ. പിന്നീട് അപ്പച്ചനോട് പേരൊക്കെ ചോദിക്കുന്നുണ്ട് അലീന. അപ്പോൾ ഔതുകുട്ടിച്ചായൻ എന്നാണ് പറഞ്ഞു കൊടുക്കും. പിന്നീട് പള്ളിയിൽ വേറൊരു പേരാണ് കേട്ടോ, അതും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വീട്ടിലും നാട്ടിലും കുടുംബക്കാർക്കൊക്കെ ഇടയിൽ ഔതുകുട്ടിച്ചായൻ എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ എന്നൊക്കെ പറയേ. പിന്നീട് സ്റ്റാൻലി നിങ്ങൾ സംസാരിക്കേ എന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ അവളോട് സംസാരിക്കേ. അപ്പച്ചനോട് പിന്നീട് അലീനയോട് പറയുന്നുണ്ട് കേട്ടോ, അപ്പച്ചന് നിന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് എന്ന്. അതും പറഞ്ഞിട്ട് സ്റ്റാൻലി അവിടെ നിന്ന് പോവേ. സ്റ്റാൻലി പോയ ശേഷം അലീന അപ്പച്ചൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, അപ്പച്ചൻ ഇവിടെയാണോ നിൽക്കാറുള്ളത് എന്നൊക്കെ. അപ്പോൾ ഇവിടെയും നിൽക്കും, പത്തനാപുരത്തും നിൽക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഞാൻ പാലായിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോഴേക്കും അപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു, എല്ലാം എനിക്കറിയാം, വിവരങ്ങളൊക്കെ ഞാൻ അപ്പോൾ തന്നെ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന വന്ന ദിവസമൊക്കെ പറയാൻ തുടങ്ങുമ്പോഴാണ് കേട്ടോ അത് പറയുന്നത്, എല്ലാം അറിയാം, ഞാൻ അപ്പം തന്നെ ഓരോരോ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നു എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പച്ചൻ. അപ്പോൾ അലീന ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പച്ചനോട്, ഞാൻ ഇന്ന് പോകണോ അതോ നാളെ പോയാൽ മതിയോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അപ്പച്ചന് ഇവിടുന്ന് എന്നെ ഓടിക്കാൻ വന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പച്ചന് പെട്ടെന്ന് അങ്ങ് പറയാൻ കിട്ടുന്നില്ല കേട്ടോ. അല്ല, അതാര് പറഞ്ഞു, കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീന തന്നെ പറയുന്നുണ്ടായിരുന്നു ഓരോരോ കാര്യങ്ങൾ. അലീന അവിടെ നിൽക്കുന്നതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല. എന്നാൽ ഇങ്ങനെ സ്റ്റാൻലി പപ്പയ്ക്കാണെങ്കിൽ പപ്പയുടെ ഭാര്യയോടും മക്കളോടും കുടുംബക്കാരോടും പള്ളിക്കാരോടും ഒക്കെ അലീന അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സമാധാനം പറയണ്ടേ. ഇപ്പോൾ ഞാൻ പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ പറയണം, എനിക്ക് വണ്ടിക്കൂലി പോലും തരണ്ട, ഞാനങ്ങ് പോയിക്കോളാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അലീന. ഒന്നുമില്ലാത്തടത്തു നിന്നല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, അപ്പോൾ പിന്നെ ഒന്നുമില്ലാത്ത ഇതുപോലെ തന്നെ അങ്ങ് ജീവിച്ചാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാം ഉണ്ടായിട്ട് അങ്ങനെ ജീവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇല്ലാത്ത അടുത്ത് പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അലീന അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അപ്പച്ചനാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ട്. അപ്പോൾ നിന്നെ മകളായിട്ട് കണ്ടിട്ടല്ലേ, നിന്നെ മകളാണെന്ന് അവിടെ വന്ന് ഉറപ്പിച്ചതിന് ശേഷമല്ലേ ലാലിച്ചൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഈ ലാലിച്ചൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആരാ ആ പേര് പപ്പയ്ക്ക് ഇട്ടത്, പാറ പോലെയുള്ളൊരു മനുഷ്യനും നല്ല ആലിപ്പഴം പോലത്തെ പേരും എന്നൊക്കെ, അത് ആരാ പപ്പയ്ക്ക് ഇട്ടത് എന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ, അത്
അവൻ്റെ മമ്മി ഇട്ട പേരാണ്, അമ്മ ഇട്ട പേരാണ്, ചിന്നമ്മ ഇട്ട പേരാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ആരാ ചിന്നമ്മ എന്നല്ലേ നീ ഇങ്ങനെ ആലോചിക്കുന്നത്, അതെൻ്റെ ഭാര്യയായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. ആളിപ്പോൾ ഇല്ല, മരിച്ചുപോയി പാവം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ആ ചിന്നമ്മ എവിടെ പോയി എന്ന് നോക്കണ്ട, ആ ചിന്നമ്മയുടെ തനി പകർപ്പാണ് നീ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ലാലിച്ചൻ നിന്നെ വന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്താണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നിന്നെ കണ്ടപ്പോഴല്ലേ മനസ്സിലായത് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അതുകൊണ്ടാണല്ലേ എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, നിന്നോട് അവന് നല്ല സ്നേഹമാണ്, അതെനിക്ക്. അപ്പോൾ അലീന പറയുന്നുണ്ട് അത്രയ്ക്കൊന്നും സ്നേഹമില്ല എന്നിട്ട്. അപ്പോൾ അതുപോലെ തന്നെ അപ്പച്ചൻ പറയാണ് അങ്ങനെയൊന്നല്ല കേട്ടോ, നിന്നോട് അവന് നല്ല സ്നേഹമാണ്, ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് അങ്ങനെ ചിന്നമ്മയുടെ അതേ രൂപമാണ് കിട്ടിയതെന്നൊക്കെ പറയുമ്പോഴും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അലീനയ്ക്ക്. എന്നാലും എങ്ങനെ ഇത് സംഭവിച്ചു, അതേപോലെയുള്ള ആ ചിന്നമ്മയുടെ നിപ്പും ഒക്കെ അതുപോലെ തന്നെയാണ്, നടത്തൊക്കെ അതുപോലെ തന്നെയാണെന്നൊക്കെ അലീനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പച്ചനാണെങ്കിലും. അപ്പോൾ അലീനയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അപ്പച്ചനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അലീന, അപ്പച്ചന് കുടിക്കാൻ എന്താ വേണ്ടത്, ചായയോ കോഫിയോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അപ്പച്ചൻ പറയുകയാണ് എനിക്ക് കുടിക്കാനുള്ളതൊക്കെ ലാലിച്ചൻ തന്നിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ഒരു കള്ളച്ചിരിയോട് കൂടി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇല്ല അധികമൊന്നുമില്ല, ഒരെണ്ണേ കുടിച്ചിട്ടുള്ളൂ എന്ന് പറയൂ കേട്ടോ. എന്നിട്ട് എന്തായാലും പിന്നെ നിനക്ക് എന്താ ഉണ്ടാക്കാൻ അറിയാവുന്നത്, എന്തായാലും നീ ഇങ്ങനെ നിൻ്റെ കൈകൊണ്ട് ആദ്യമായിട്ട് ഒരു ചായയോ കോഫിയോ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി താ എന്നിങ്ങനെ പറയൂ കേട്ടോ. പിന്നീട് അലീന അപ്പച്ചൻ്റെ കൈ പിടിച്ച് അവർ രണ്ടുപേരും കൂടെ അടുക്കളയിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. അപ്പച്ചന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അലീനേനെ, ആ ഒരു സ്നേഹമൊക്കെ അലീനയോട് കാണിക്കുന്നുണ്ട്. പിന്നീട് അവർ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ പൗലോസ് അവിടെ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഔതുകുട്ടിച്ചായനാണെങ്കിലും അപ്പച്ചനാണെങ്കിലും ചോദിക്കുന്നുണ്ട്, നീ എന്താ പൗലോസ് ഏത് നേരം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, ഏത് സമയം വന്നാലും നിനക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കാനേ ഒഴിവുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ പൗലോസ് പറയുന്നുണ്ടായിരുന്നു, എന്താണെന്ന് എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ ഒരു ഒഴിവും ഇല്ല, ഏത് സമയത്തും ഇങ്ങനെയാണെന്ന് പറയും. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, കൂടുതൽ ജോലി ഉണ്ടെങ്കിൽ എന്നോടും കൂടെ പറഞ്ഞോ, ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയേ. അപ്പം അതൊന്നും വേണ്ട, എന്നിട്ട് വേണം കേണൽ സാബിൻ്റെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കാൻ എന്നിങ്ങനെ പൗലോസ് പറയുന്ന സമയത്ത് കേണൽ സാബിനോട് ഞാൻ പറഞ്ഞോളാം എന്ന് അലീന പറയൂട്ടോ. അതൊന്നും വേണ്ട, എൻ്റെ അടുക്കളയിൽ വേറെ ആരും ഇങ്ങനെ കയറുന്നതൊന്നും എനിക്കിഷ്ടമല്ല എന്ന് പറയട്ടെ. അപ്പോൾ നമ്മുടെ അപ്പച്ചനാണെങ്കിൽ പൗലോസിനെ അങ്ങ് ചീത്ത പറയട്ടോ, നിൻ്റെ അടുക്കളയെ നിൻ്റെ അപ്പൻ ഉണ്ടാക്കിയതാണ് അവിടെ കഴിവേറി, ഇത് എൻ്റെ മകൻ്റെ വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വഴക്ക് പറയാനായിട്ട് തുടങ്ങും. തല ഇരിക്കുമ്പോൾ വാലാടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അപ്പച്ചനാണെങ്കിലും അങ്ങ് വഴക്ക് പറയുകയാണെ. അപ്പോൾ അലീന അപ്പച്ചനോട് പറയുന്നുണ്ടായിരുന്നു, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, വേണ്ട മതി എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അലീന പറയുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ അയാളങ്ങ് അപ്പച്ചനാണെങ്കിലും ഒന്നങ്ങ് അടങ്ങുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ തനി സ്വഭാവം പുറത്തെടുപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അലീന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വല്യപ്പച്ചന് ചായയാണോ കോഫിയാണോ വേണ്ടത് എന്ന്. അപ്പോൾ ഇങ്ങനെ പപ്പയ്ക്ക് ഇങ്ങനെ കോഫിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ചോദിച്ചത് എന്ന് പറയുമ്പോൾ വല്യപ്പച്ചന് ചായ മതി എന്ന് പറയേ. അങ്ങനെ ചായ ഇടാൻ നിൽക്കുന്ന സമയത്ത് പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഇട്ടോളാം, ചായ ഇടാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന്. അപ്പോഴും വല്യപ്പച്ചൻ വഴക്ക് പറയാനാട്ടോ. പിന്നെ അവൾക്ക് ഇങ്ങനെ അവളുടെ വീട്ടിൽ ചായ ഉണ്ടാക്കാൻ നിൻ്റെ അനുവാദം വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പൗലോസിന് വഴക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാനങ്ങ് മാറി തന്നേക്കാന്ന് പറഞ്ഞിട്ട് പൗലോസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ പാനൊക്കെ മറ്റടുപ്പത്തേക്ക് വെച്ചിട്ട് അലീനയ്ക്ക് ചായ ഇടാനുള്ള ആ സ്റ്റൗവൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീനയാണെങ്കിലും പാനിൽ വെള്ളമൊക്കെ എടുത്ത് സ്റ്റൗവിൽ വെക്കുന്ന സമയത്ത് വല്യപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് കൊടുക്കടാന്ന്. അപ്പോൾ അലീന പറയും വേണ്ട ഞാൻ എടുത്തോളാന്ന്. എന്നിട്ട് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് പാലും ഒക്കെ എടുത്ത് ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചായ ഉണ്ടാക്കുന്നത് നോക്കിക്കൊണ്ട് നമ്മുടെ വല്യപ്പച്ചൻ ഒരു ചിരിയോടുകൂടി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് വല്യപ്പച്ചൻ്റെ കയ്യിലേക്ക് കൊടുക്കും. വല്യപ്പച്ചനാണെങ്കിൽ അത് കുടിച്ചിട്ട് പൗലോസിനും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അലീന ഒരു കപ്പ് ചായ എടുക്കുന്നുണ്ട് കുടിക്കാൻ. അപ്പോൾ വല്യപ്പച്ചൻ ചായ കുടിച്ചിട്ട് ഇതാണ് മോളെ ചായ, സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് പറയുന്നത്. അപ്പോൾ അലീനയ്ക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പൗലോസിനോട് വല്യപ്പച്ചൻ ചോദിക്കുകയാണ് ചായ എങ്ങനെയുണ്ടടാന്ന്. അപ്പോൾ കുഴപ്പമില്ല എന്നാണ് കേട്ടോ പൗലോസ് പറയുന്നത്. പാർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിന് വഴക്ക് പറയുന്നുണ്ട് വല്യപ്പച്ചൻ. നിന്നോട് ഞാൻ ചായ എങ്ങനെയുണ്ട് എന്നാണ് ചോദിച്ചത് എന്ന് പറയും. അപ്പോൾ സൂപ്പറായിട്ടുണ്ട് എന്ന് പൗലോസ് പറയും കേട്ടോ, ഈ വല്യപ്പച്ചൻ്റെ ദേഷ്യപ്പെടല്. അപ്പോൾ നല്ലത് കണ്ടാൽ നല്ലത് എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വഴക്ക് പറയുകയാണ് പൗലോസിനെ. പിന്നീട് വല്യപ്പച്ചനോട് അലീനയാണെങ്കിലും ഇങ്ങനെ ചിരിയോട് കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പം നേരത്തെ കുടിച്ചതിൻ്റെ കൂടെ ഈ ചായയും കൂടി കുടിച്ചാൽ അതിപ്പോൾ അവിടെ കിടന്ന് പിരിയല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇതുപോലെ എത്ര ചായ എനിക്ക് ചിന്നമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഇതുപോലെ എത്ര ചായ പിരിഞ്ഞതാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ, ഭയങ്കര ഒരു സന്തോഷത്തിൽ. അപ്പോൾ പിരിഞ്ഞാൽ എവിടെയും പോകത്തില്ല, ആ വയറിൽ തന്നെ അത് കിടന്നോളും, അവിടെ നടക്കുന്നത് എന്താണെന്ന് നമ്മളും വല്ലതും അറിയുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ സംസാരിക്കുകയാണ് കേട്ടോ. പിന്നീട് സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വല്യപ്പച്ചൻ വരുന്നുണ്ട്. പലീനേനെ കണ്ടില്ലേ എന്ന് ചോദിക്കും, അവളോട് സംസാരിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സ്റ്റാൻലി. അപ്പോൾ വല്യപ്പച്ചൻ പറയും, ആ അവളെ കണ്ടു, സംസാരിച്ചു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അലീനനെ പറപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു വന്ന ആളാണല്ലോ, അപ്പോൾ അലീനനെ കണ്ടപ്പോൾ അലീനനെ അവിടുന്ന് പറഞ്ഞു വിടാനും തോന്നില്ല. സ്റ്റാലിനോടും പറഞ്ഞല്ലോ അവളുടെ അടവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന്. അപ്പം എന്തായാലും പിന്നീട് വല്യപ്പച്ചൻ ഉള്ള കാര്യം തുറന്ന് പറയുന്നുണ്ട്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചേടാ, അവൾ എന്തൊരു മിടുക്കിയാണ്, അവൾ നിൻ്റെ മകൾ തന്നെയാണ്, നീ ഇങ്ങനെ എന്നാലും ആ ചിന്നമ്മയുടെ അതേ രൂപവും അതേ കണ്ണുകളും അതുപോലെ തന്നെ ആ സംസാരം ഒക്കെ അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്, ഇതെങ്ങനെ സംഭവിച്ചു, അന്ന് നീ പാലായിൽ പോയപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് തന്നെയല്ലേ അവൾ നിൻ്റെ മകളാണെന്ന് ഉറപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ കള്ളാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻലിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ അപ്പച്ചന്, എങ്ങനെ അലീനനെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞേലേ. അപ്പോൾ സ്റ്റാലിൻ പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പച്ചൻ അതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്, നീ അവളോട് കുറച്ചും കൂടിയൊക്കെ സ്നേഹം കാണിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ അവൾ ഇവിടുന്ന് പറപ്പിക്കാനല്ലേ അപ്പച്ചൻ ഇങ്ങോട്ടേക്ക് വന്നത്, അപ്പോൾ അവൾ ഇവിടുന്ന് പറഞ്ഞു വിടണ്ടേ എന്നിങ്ങനെ സ്റ്റാൻലി അങ്ങ് ചോദിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കാര്യം ശരി തന്നെയാണ്, അവളെ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്കങ്ങ് അതെല്ലാം അങ്ങ് എൻ്റെ കണക്ക് കൂട്ടലെല്ലാം അങ്ങ് തെറ്റി, അവളത് തെറ്റിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഒരു ഇതൊക്കെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കാം, അതല്ലേ അതിൻ്റെ ശരി എന്നിങ്ങനെ അപ്പച്ചൻ പറയുമ്പോൾ സ്റ്റാൻലി ആണെങ്കിലും ഒരു അത്ഭുതത്തോടു കൂടി ഇങ്ങനെ അപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ട്, ബബിതയും രോഹിത്തും കൃഷ്ണയും കൂടെ എന്തൊക്കെയോ കിച്ചണിൽ ഉണ്ടാക്കുന്നുണ്ട്, എന്തൊക്കെയോ ചെറിയൊരു തമാശയ്ക്ക് ഒരു അടിയൊക്കെ നടക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് വൈജയന്തി വരുന്നുണ്ട്. പിന്നീട് വൈജയന്തി ബാലേന്ദ്രനോട് അലീനനെ പോലെ ഒരു ജോലിക്കാരീനെ വേണമെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ തിരിച്ച് നല്ലോണം പറയുന്നുണ്ട്, അലീനനെ പോലെ ഒരു ജോലിക്കാരീനെ എന്തായാലും ഇനി നിനക്ക് കിട്ടാൻ പോകുന്നില്ല, ഇനിയിപ്പോൾ കുഞ്ഞുമോളെ പോലെ ജാനുവിനെ പോലെ ആരെങ്കിലും നീ തന്നെ അങ്ങ് നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ വല്യപ്പച്ചനാണെങ്കിലും സ്റ്റാലിനോട് പറയുന്നുണ്ട്, അവൾ ചിന്നമ്മയാണെങ്കിൽ നിന്നെ വരച്ച വരയിൽ നിർത്തും, അത് ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അവർ 3 പേരും കൂടെ എസ്റ്റേറ്റിക്കാണെന്ന് തോന്നുന്നുണ്ട്, എസ്റ്റേറ്റ് കാണിക്കാൻ കൊണ്ടുപോകാമെന്നൊക്കെ സ്റ്റാൻലി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വല്യപ്പച്ചനും പേരക്കുട്ടിയും പപ്പയും ഒക്കെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ ബൈജും പൗലും ആൻ്റപ്പനൊക്കെ നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ച്